ഡബിൾ എഞ്ചിൻ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുമെന്ന് തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി പറയുന്നു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് 6 മാസങ്ങൾക്കുള്ളിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ തിരുവല്ലയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അനൂപ് ആന്റണിയുടെ പ്രതീക്ഷ. 20 കൊല്ലക്കാലത്തെ വികസനമില്ലായ്മ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകുമെന്നും അനൂപ് ആന്റണി. NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി തിരുവല്ലയിൽ പ്രചരണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ചുവരെടുത്ത് മറ്റു കാര്യങ്ങളുമൊക്കെയായിട്ട് NDA മണ്ഡലത്തിൽ സജീവമായിരുന്നു. അനൂപ് ആന്റണി 24 ചേരുകയാണ്. അപ്പോൾ പ്രചരണ രംഗത്ത് ഒരു വേഗതയേറിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും പ്രചരണത്തിൽ മാത്രമല്ല, നേരത്തെ തന്നെ തിരുവല്ലയുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് തിരുവല്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് തന്നെ മുന്നിൽ പോകാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നിൽക്കുന്ന കുറ്റൂർ പഞ്ചായത്ത് ഇന്ന് BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് PT ഉഷ MP ഈ പഞ്ചായത്ത് ദത്തെടുത്തു. അത് ഞങ്ങളുടെ കഴിഞ്ഞ കുറേ ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. അത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. പക്ഷേ തിരുവല്ലയെ സംബന്ധിച്ചുകൊണ്ട് ദീർഘകാലമായിട്ട് ഇവിടെ MLA ആയിട്ടിരിക്കുന്ന മാധുരി തോമസാണ്. ഇത്തവണയും അദ്ദേഹം മത്സരരംഗത്തുണ്ട്. അപ്പോൾ ഒരു തിരുവല്ല മാറി ചിന്തിക്കും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് തിരുവല്ല ജനങ്ങളോട് തന്നെ ചോദിക്കണം. കാരണം തിരുവല്ലയിലെ ജനങ്ങൾ പറയുന്നത് 20 വർഷമായി. 20 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലയളവൊന്നുമല്ല. ഒരു MLA വിചാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു ഒരു MLAക്ക് എത്ര രൂപ ഫണ്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 5 കോടി രൂപ ഫണ്ടുണ്ട്. എനിക്കൊന്ന് 2012 5 കോടി ആയത്. അതിന് മുമ്പ് 1 കോടിയായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു 10-60-70 കോടി ആ കൈകളിൽ കൂടി പോയതാണ്. ആ 60-70 കോടിയുടെ എന്ത് വികസനമാണ് തിരുവല്ലയിൽ ഉണ്ടായതെന്ന് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ചോദിച്ചു. അത് തന്നെയാണ് തിരുവല്ല എല്ലാ ജനങ്ങളും ചോദിക്കുന്നത്. ഇപ്പോൾ അനൂപ് ആന്റണിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് മാത്യുയുടെ മകൾ തന്നെ താങ്കളൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഒരു കമന്റ് ഇട്ടിരുന്നു. വന്ന വഴി മറക്കുന്നവരല്ല തിരുവല്ലക്കാർ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരികൾക്കിടയിൽ വായിച്ചു കഴിഞ്ഞാൽ തിരുവല്ലയിൽ ഇത്തവണയും മാത്യുടി തന്നെ ജയിക്കുമെന്നുള്ളതാണ്. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അതായത് തിരുവല്ലയിലെ ജനങ്ങൾക്ക് വികസനം ഒന്നും കൊടുത്തില്ലെങ്കിലും കാര്യമില്ല, കുഴപ്പമില്ല, ഞങ്ങളിവിടെ ഞങ്ങളിവിടെ കാലങ്ങളായിട്ട് ഇവിടെ തുടരും എന്നുള്ള ഒരു തോന്നൽ തിരുവല്ലക്കാർക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു പോകും. ഇത്തവണ തിരുവല്ല ജനങ്ങൾ അങ്ങനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ളൊരു ഇതിൽ തിരുവല്ല വരില്ല. തിരുവല്ലയിലെ ജനങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി. ഓടിച്ചാടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. വഴി കാണുന്ന ആളുകളെയൊക്കെ നേരിൽ കണ്ട് ആവശ്യത്തോടെ വോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു പൾസ് എങ്ങനെയാണ്? ഞങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ഡബിൾ എഞ്ചിൻ MLA ആയി പ്രവർത്തിക്കണമെന്നാണ്. എന്താണ് ഡബിൾ എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MLAയുടെ ഫണ്ടും MLAയുടെ കപ്പാസിറ്റി മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടി ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ലയിലെ പബ്ലിക് സ്റ്റേഡിയം കേന്ദ്ര സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ വലുതാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന NDA കേരളത്തിലൊരു നിർണായക ശക്തിയാകുമ്പോൾ അവിടെ തിരുവല്ല മണ്ഡലം അനൂപ് ആന്റണിയുടെ കൈപ്പിടിലാക്കുമെന്നുള്ള ആത്മവിശ്വാസം പറയുകയാണ്. യാതൊരു സംശയവുമില്ല. ഇത്തവണ BJP ജയിക്കാൻ പോകുന്ന നിരവധി മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവല്ലയായിരിക്കും. തിരുവല്ല ഇത്തവണ തിരുത്തി കുറിക്കും. എല്ലാവിധ ആശംസകൾ. താങ്ക് യു. അപ്പോൾ അങ്ങനെ മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള പ്രചരണരംഗത്ത് അനൂപ് ആന്റണി പുരോഗമിക്കുകയാണ്. മണ്ഡലം ഇത്തവണ LDFൽ നിന്ന് തിരിച്ചുപിടിക്കും. 20 വർഷത്തെ LDFന്റെ ദുർഭരണത്തിനെതിരെ NDA തിരുവല്ലയിൽ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രചരണമാണ് അനൂപ് ആന്റണി തിരുവല്ല മണ്ഡലത്തിൽ നടത്തുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.